പുരുഷന്മാർ കറുപ്പ് തുണി ഉടുക്കുന്നതിൻ്റെ വിധി എന്താണ്? പുരുഷന്മാർ കറുപ്പ് തുണി എടുത്തു എന്നതൊരു തെറ്റല്ല, പക്ഷേ നമ്മുടെ നാട്ടിൽ അതൊരു കുറ്റമായി വരും. കാരണം അതൊരു മതത്തിൻ്റെ പ്രത്യേകമായ ഒരു സന്ദർഭത്തിലുള്ള ഒരു ആചാരമാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇത് ഒരു ശബരിമല സീസണാണ്. ശബരിമല ഭക്തന്മാർ അവർക്ക് അവരുടെ മതമനുസരിച്ച് ജീവിക്കാനുള്ള സൗകര്യമുള്ള ഒരു നാടാണ് നമ്മൾ. ഓരോരുത്തരും അവരവരുടെ മതമനുസരിച്ച് ജീവിക്കട്ടെ എന്നാണ് നമ്മൾ വിചാരിക്കേണ്ടത്. അത് അവരുടെ സ്വാതന്ത്ര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, കൈകടത്താൻ പാടില്ല, അത് ശരിയല്ല, അത് അങ്ങനെ പാടില്ല എന്ന് നമുക്ക് പറയാനുള്ളതില്ല. എന്നാൽ നമ്മുടെ ദീൻ എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പുലർത്തണം, അത് വസ്ത്രധാരണ രംഗത്ത് അടക്കം ഇസ്ലാമിൻ്റെ കൃത്യമായ നിലപാടുകളുണ്ട്. നമ്മൾ എടുക്കുന്ന വസ്ത്രം അത് ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ പ്രത്യേകമായ ഒരു അടയാളമായി അല്ലെങ്കിൽ ആരാധനയുടെയോ അല്ലെങ്കിൽ ആചാരത്തിൻ്റെയോ ഭാഗമായിട്ടുള്ള വസ്ത്രമാകരുത് എന്നത് ഒരു അടിസ്ഥാന കാര്യമാണ്. ഇപ്പോൾ ക്രൈസ്തവ പാതിരിമാർ അവർ ധരിക്കുന്ന വസ്ത്രമുണ്ട്, ഒരു നടുക്ക് ഒരു ഇതൊക്കെ, അതൊരു മുസ്ലിമിന് ധരിക്കാൻ പറ്റില്ല. ഔറത്ത് മറയുന്ന വസ്ത്രം തന്നെയാണ്, പക്ഷേ അത് അവരുടെ ഒരു ആചാരവും അല്ലെങ്കിൽ അവരുടെ ഒരു സ്ഥാന വസ്ത്രവും ഒക്കെയാണ്. ഇപ്പോൾ ഹൈന്ദവ പൂജാരിമാരും അതേപോലെ തന്നെ സന്യാസിമാരും ധരിക്കുന്ന പ്രത്യേക കളറുള്ള ഒരു വസ്ത്രമുണ്ട്, അത് അവർക്കുള്ളതാണ്, നമുക്കുള്ളതല്ല. അതൊരു വിശ്വാസി ധരിക്കാൻ പാടില്ല. ഇത് നമ്മളെ വസ്ത്രം ഔറത്ത് മറയുന്നതാകണം എന്നതോടൊപ്പം തന്നെ അതിൻ്റെ കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ് മറ്റേതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ ഒരു ആചാര വസ്ത്രമോ അവരുടെ ഒരു പ്രത്യേക കാര്യമോ ആയിട്ടുള്ളതാകരുത് എന്നത്. അതുകൊണ്ട് തന്നെ കറുത്ത തുണി നമ്മുടെ നാട്ടിൽ ധരിക്കാൻ പാടില്ല. ഒരു പക്ഷേ ഇവിടുന്ന് പോയി വേറൊരു നാട്ടിൽ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവന് കറുത്ത തുണി ധരിക്കുന്നതിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല ചെയ്യില്ല. കാരണം അവിടുത്തെ ആളുകളുടെ ഒരു ആചാരമല്ല അത്, അത്രയേ ഉള്ളൂ അത്. സാധാരണ ഇത്തരം വസ്ത്രങ്ങൾ ധരിക്കുന്ന ആളുകൾ പറയാറുള്ളത് നമുക്കങ്ങനെ വിശ്വാസമൊന്നുമില്ലല്ലോ. അത് വിശ്വാസമല്ല, വിശ്വാസത്തിൻ്റെ പ്രശ്നമല്ല അത്. മറിച്ച് ഒരു വിഭാഗത്തിൻ്റെ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും അവരോടൊപ്പം കൂടാൻ ഒരു വിശ്വാസിക്കൊരിക്കലും പാടില്ല. അത് വിശ്വാസത്തോടു കൂടിയാണെങ്കിലും അല്ലാതെയാണെങ്കിലും പാടില്ല. അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്.